NK ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റുകൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ സ്വന്തമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് ആവശ്യമായ ബൾബ് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ബൾബാണ് എടുക്കേണ്ടത്. ഞാൻ പൾസർ 150 മോഡലിനാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള 2 ലൈറ്റുകളാണ് പൾസറിൻ്റെ താഴെ ഭാഗത്തുള്ള പമ്പറിന്മേലാണ് ഞാനിത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള 2 ലൈറ്റുകളാണ് വേണ്ടത്. ഇത് പല രീതിയിൽ കിട്ടും. പിന്നെ അത് കണക്ട് ചെയ്യാൻ ആവശ്യമായ ക്ലാമ്പ്. പിന്നീട് വേണ്ടത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇത് നമ്മൾ ബൈക്കിൻ്റെ ഹാൻഡിലിലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നീട് വേണ്ടത് ഇതുപോലെയുള്ള 0.5 mm വയറുകളാണ്. നിങ്ങൾക്ക് വേണ്ട കളറിൽ എടുക്കാം. പിന്നെ വേണ്ടത് ഇൻസുലേഷൻ. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് നേരിട്ട് സ്വിച്ചിലൂടെ ബൾബിലോട്ടും നെഗറ്റീവ് നേരിട്ട് ബൾബിലോട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2 ബൾബ് കണക്ട് ചെയ്യുന്നത് കൊണ്ട് അതേ പാറ്റേണിൽ തന്നെ ഒരു ബൾബ് കൂടി എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നു. ബൾബ് ബൈക്കിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് വേണമെങ്കിൽ മുകൾ ഭാഗത്തും താഴെയാണെങ്കിൽ താഴെയും കൊടുക്കാം. ഞാനിപ്പോൾ താഴെ ഭാഗത്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ വലിയ ഹോളിലൂടെ നമ്മുടെ ക്ലാമ്പിൻ്റെ ഒരു വശം കയറ്റിയിട്ട് അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ക്ലാമ്പുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വേറെ ടൈപ്പ് സാധനം കിട്ടാത്തത് കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബൈക്കിൻ്റെ ബാറ്ററിയിൽ നിന്നും ഡയറക്റ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ ചാവി ഓൺ ചെയ്യേണ്ട ആവശ്യം ഈ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് വരുന്നില്ല. വണ്ടി ഓഫാണെങ്കിലും നമുക്ക് ഈ സ്വിച്ച് നോക്കിക്കൊണ്ട് ബൾബ് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലത്തും പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ചാവി ഉപയോഗിച്ച് ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് ലൈറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്തും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയിൽ നിന്നും ഡയറക്റ്റ് ലൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും ഏത് സമയത്തും വന്ന് ചാവിയുടെ ആവശ്യമില്ലാതെ തന്നെ ലൈറ്റ് ഇടാം എന്നുള്ള ഒരു മൈനസ് പോയിൻ്റ് കൂടി ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ താഴെ ലൈറ്റ് 2 ഭാഗത്തും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാം. സ്വിച്ച് ഞാനിപ്പോൾ ഇടതുഭാഗത്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലതുഭാഗത്ത് സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇടതുഭാഗത്ത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ഇഷ്ടം ഏത് ഭാഗത്തും സെറ്റ് ചെയ്യാം. ഇനി ഈ സ്വിച്ചിൻ്റെ വയർ പുറത്തൂടെ കാണാത്ത രീതിയിൽ വണ്ടിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമുക്ക് താഴത്തേക്ക് എടുക്കാം. വണ്ടി വർക്ക് ചെയ്യാതെ കുറേ സമയം ലൈറ്റ് ഇട്ട് വെച്ചാൽ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി പോയില്ലേ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് കാണാം. നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം പേടിക്കേണ്ട. 1-2 മണിക്കൂർ ലൈറ്റ് ഇട്ട് വെച്ച് എന്ന് കരുതി ഒരു പ്രശ്നം വരാനില്ല. ഇപ്പോൾ കുറയുന്ന ചാർജ് അത് നിങ്ങളുടെ അടുത്ത റണ്ണിങ്ങിൽ അത് തിരിച്ച് റീചാർജ് ആവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ 2 ബൾബിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. റെഡ് കളർ വയർ പോസിറ്റീവും ബ്ലാക്ക് കളർ നെഗറ്റീവും ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാറിപ്പോവാതെ തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വയറുകളുടെ കണക്ഷൻ വരുന്ന എല്ലാ ഭാഗത്തും ഇൻസുലേഷൻ ചുറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു കാരണവശാലും ഷോർട്ട് ആവാൻ പാടില്ല. ഇതിൻ്റെ നമ്മുടെ വയറുകളുടെ ജോയിൻ്റ് വരുന്ന ഭാഗം നമ്മുടെ വണ്ടിയുടെ ബോഡിയുമായിട്ട് ഒരു തരത്തിലും കോണ്ടാക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ബാറ്ററി ഡൗൺ ആവും, ബാറ്ററി കംപ്ലൈൻറ്റ് വരെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഈ വയറുകൾ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് കൊണ്ട് ഒരു ബോറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വണ്ടിയുടെ ബമ്പറുമായി കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇൻസുലേഷൻ ചുറ്റി കൊടുക്കാം. വലതുഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വലതുഭാഗത്തു നിന്നും വരുന്ന വയറ് നേരിട്ട് നമ്മുടെ ഇടതുഭാഗത്തുള്ള LED-യുമായി കണക്ട് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ബൾബിൻ്റെ പോസിറ്റീവ് വയർ സ്വിച്ചിൻ്റെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് ബൾബിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയർ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബൾബിൻ്റെ പോസിറ്റീവിൽ നിന്നും വരുന്ന വയർ സ്വിച്ചിലൂടെ കയറി വരുന്ന സ്വിച്ചിൻ്റെ രണ്ടാമത്തെ വയർ നേരിട്ട് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കൊടുക്കുന്ന വയറുകളൊന്നും ഒരു കാരണവശാലും ഊരി പോരാതിരിക്കാനുള്ള അത്ര ക്വാളിറ്റിയിൽ ഇത് ടൈറ്റ് ചെയ്ത് വെക്കണം. ഒരു കാരണവശാലും ഇത് ഊരി വണ്ടിയുടെ ബോഡിയുമായിട്ട് ടച്ചിങ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഭാഗവും നല്ല സ്ട്രോങ് ആയി തന്നെ ഇൻസുലേഷൻ ചുറ്റി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് എൻജിൻ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ വയറിൻ്റെ മുകളിലൂടെയുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് ഉരുകി ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ എൻജിനിൽ നിന്നും മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ ഈ വയറുകളെല്ലാം സെറ്റ് ചെയ്യാൻ. എൻജിനുമായിട്ട് ഒരു തരത്തിലും കോണ്ടാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഈ ഭാഗത്തും നമ്മൾ വലതുഭാഗത്ത് ചെയ്ത പോലെ വയറുകൾ ഉള്ളിലേക്കാക്കി ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വയറ് വണ്ടിയുടെ ടാങ്കിൻ്റെ അടിഭാഗത്തിലൂടെയായി നമ്മുടെ ബാറ്ററിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് കൊണ്ടുവരാവുന്നതാണ്. ബാറ്ററിയുടെ അവിടെ വരെ വയർ എത്തിയ ശേഷം രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യാനുള്ള ലെങ്ത്തൊക്കെ കണ്ട് വയർ കട്ട് ചെയ്യുക. ഈ വയറിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതാണ് ഞാൻ നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ബ്ലാക്ക് വയർ വരുന്ന ഭാഗം ആണ് നെഗറ്റീവ്. അവിടെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വയറിൻ്റെ പോസിറ്റീവ് റെഡുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ശേഷം അടച്ചു വെച്ച ശേഷം നമുക്കിനി ഇന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ട് ബൾബുകളും കത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം തന്നെ നമുക്ക് രണ്ട് ബൾബുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ പകലായതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫീൽ ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ബൾബ് ബൈക്കിൽ കണക്ട് ചെയ്യുന്ന പരിപാടി ഏകദേശം തീർന്നിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് NK Tech.